ഹായ് ഫ്രണ്ട്സ്, PK ലേണിംഗ്സ് മലയാളം വൊക്കാബുലറി ഷോർട്ട് സീരീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് പ്രശസ്തമായ വരികളുടെ ഭാഗം 4 ആണ്. ഇതിനോടകം 3 ഭാഗങ്ങൾ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അത് കാണാത്തവർ ദയവായി പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് അത് കാണുക. കഴിഞ്ഞ ഭാഗങ്ങളിൽ പ്രശസ്ത കവി കുമാരനാശാന്റെ ചില വരികളാണ് നമ്മൾ പരിചയപ്പെട്ടത്. ജീവിത യാഥാർത്ഥ്യങ്ങളെ പച്ചയായി ചിത്രീകരിക്കുന്ന കവിതകൾ എഴുതി ശ്രദ്ധേയനായ മലയാള സാഹിത്യകാരനായ വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ പ്രസിദ്ധമായ ചില കവിതകളിലെ വരികളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി, എല്ലുറപ്പുള്ള കവിതകളുടെ കവി എന്ന വിശേഷണത്തിൽ അറിയപ്പെടുന്ന കവിയാണ് വൈലോപ്പള്ളി ശ്രീധരമേനോൻ. അദ്ദേഹത്തിന്റെ തൂലികാ നാമം ശ്രീ എന്നാണ്. വാക്കുകൾ കൂട്ടി ചൊല്ലാൻ വയ്യാത്ത കീടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ മാമ്പഴം എന്ന കവിതയിലെ വരികളാണിവ. വാത്സല്യനിധിയായ മകന്റെ വേർപാടിന്റെ വേദനയിൽ നീറുന്ന മാതാവിന്റെ ഹൃദയഭേദകമായ തേങ്ങലുകളാണ് ഈ കവിതയിൽ നിഴലിക്കുന്നത്. ഉയിരിൻ കൊലക്കൊടുക്കാവും കയറിനെ യൂഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം. ഈ വരികൾ വൈലോപ്പള്ളിയുടെ ഊഞ്ഞാലിൽ എന്ന കവിതയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ശ്രീരേഖ എന്ന കവിതാ സമാഹാരത്തിൽ നിന്നും എടുത്തിട്ടുള്ള കവിതയാണ് ഊഞ്ഞാലിൽ. സാധാരണയായി വൈലോപ്പള്ളി കവിതകളിൽ കാണാത്ത ഒരു വികാരമാണ് പ്രണയം. എന്നാൽ പ്രണയം ഒരു പ്രമേയമായി അവതരിപ്പിച്ച അദ്ദേഹത്തിന്റെ കവിതകളാണ് ഊഞ്ഞാലിലും മുടിനാര്. മുടിനാര്, ഊഞ്ഞാലിൽ എന്ന 2 കവിതകളിലാണ് പ്രണയം ഒരു പ്രമേയമായി നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൽ ഊഞ്ഞാലിൽ എന്ന് പറയുന്ന ഈ കവിതയിൽ വാർദ്ധക്യ പ്രണയമാണ് പ്രമേയം. ഉയിരിൻ കൊലക്കൊടുക്കാവും കയറിനെ യൂഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം. പാതിരാ കോഴി വിളിപ്പതും കേൾക്കാതെ പാടത്തു പുഞ്ചയ്ക്കു തേവുന്നു 2 പേർ. വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ പടയാളികൾ എന്ന കവിതയിലെ വരികളാണിവ. പുഞ്ചയ്ക്കു വെള്ളം തേവും കൃഷിക്കാർ തൻ ശുദ്ധമാം നെഞ്ചുകൾ സംഗീതമായി ചുറ്റിലും ചുറ്റിയിടുമ്പോൾ. കവി, ഗാനരചയിതാവ്, ചലച്ചിത്രകാരൻ, മാധ്യമ പ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രശസ്തനായ ഈ ഭാസ്കരന്റെ കാളകൾ എന്ന കവിതയിലെ വരികളാണ് ഇപ്പോൾ കേട്ടത്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു കവിതാ സമാഹാരമാണ് ഓർക്കുക വല്ലപ്പോഴും. ഈ കവിതാ സമാഹാരത്തിലെ ഒരു കവിതയാണ് കാളകൾ. വണ്ടി വലിക്കുന്ന കാളകളെ പോലെ ജനനം മുതൽ മരണം വരെ കഷ്ടപ്പെടുന്ന സാധു തൊഴിലാളി ജീവിതമാണ് ഈ കവിതയിലൂടെ കവി ചൂണ്ടിക്കാട്ടുന്നത്.